ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് ദിവസം എന്തായാലും ഇന്ന് ഷാദിയാണ്. അപ്പോൾ അത് കൂടാൻ വേണ്ടി നമ്മൾ കോയമ്പത്തൂർ നേരെ മലപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഈ കാണുന്ന കോലൊന്നും മൈൻഡാക്കി ഉണ്ടാവും, മേക്കപ്പ് ഇട്ടാണ് സെറ്റാക്കാം. അതന്നെ രാവിലെ 6 മണിക്ക് ഡ്യൂട്ടി കയറിയതാണ്. 1:30 ഇപ്പോൾ പെർമിഷൻ എടുത്ത് ഇറങ്ങി. എന്താണെന്നറിയില്ല, എന്നില്ലാത്ത മാതിരി ഒടുക്കത്തെ ബ്ലോക്കിന് അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അങ്ങോട്ട് വെറുപ്പിച്ചു. പിന്നെ ബസ്സൊക്കെ മിസ്സായി. പിന്നെ അടുത്ത ബസ്സിന് അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ മുന്നിൽ പോയ ബസ്സിൽ നമ്മളെ ബാക്കി ടീംസൊക്കെ ഉണ്ട്. സാരല്ല, ഒരിടത്തുമ്പോൾ നമുക്ക് വേഗം എത്താൻ നോക്കാം. പിന്നെ തീറ്റും കൂടി മൊത്തം ബസ്സിലേനി. തീറ്റും കൂടി മാത്രമൊന്നുമല്ല, മേക്കപ്പും അതും ബസ്സിൽ തന്നെ ഇനി. അങ്ങനെ ഓടുന്ന ബസ്സിൽ ആൾക്കാർ നോക്കി ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ കാണിച്ചിട്ട് കോൺഫിഡൻസ് ഉണ്ടല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് 100 തന്നെ തരണം. അങ്ങനെ രാത്രിയാണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റ് ആണല്ലോ. അങ്ങനെ സൺസ്ക്രീനും ഇട്ട് കുറച്ച് ബ്ലഷും ഇട്ട് കണ്ട് അങ്ങോട്ട് ഒരുങ്ങാനും അങ്ങോട്ട് തുടങ്ങിട്ടോ. അങ്ങനെ മേക്കപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. നമ്മൾ കണ്ണേത്ത് കുറച്ച് റിസ്ക് ആണെന്ന് വിചാരിച്ചു, പക്ഷേ അത്രയ്ക്ക് റിസ്ക് ഒന്നും ഇല്ല. ട്രൈ ചെയ്ത് നോക്കി, ഇറ്റ്സ് റിയലി അമേസിങ്. പിന്നെ മസ്കാര, അത് മസ്റ്റാണല്ലോ. അങ്ങനെ മസ്കാര ഇട്ട് ഞങ്ങൾ അങ്ങോട്ട് സുന്ദരി കുട്ടികളായി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ മുഖത്തുള്ള ക്ഷീണം കുറച്ചൊക്കെ മാറിയിട്ടോ. പിന്നെ എത്തുന്നുള്ള കോൺഫിഡൻസിന് ഒരു കുറവും വരുത്തിയില്ല. നമ്മൾ പരിപാടി തന്നെ ഒരു മണിക്കൂർ മുന്നേ നമ്മളവിടെ എത്തി. ബ്രൈഡിനെയും ഗ്രൂമിനെയും കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ആളും അനക്കില്ലാത്ത ഒരാളും ഇങ്ങനെ ഒടിച്ചോറി. പിന്നെ കുറച്ച് നേരം കൂടി അവിടെ അങ്ങോട്ട് ഇരുന്നു. ക്ഷീണക്കൊണ്ട് മാറണമല്ലോ, കാരണം നമുക്ക് തിരിച്ചു പോകാനുള്ളതാണ്. പിന്നെ ഷാദിനെ അവളെ സെക്കൻഡ് വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള സമയം അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയാക്കി ഇങ്ങനെ ചാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മളവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ ചായവാലയിൽ പോയിക്കൊണ്ട് വത്തക്ക ജ്യൂസും കുടിച്ച് നമ്മൾ നേരെ കോഴിക്കോടുക്കുള്ള ബസ് കയറിട്ടോ. ബസ്സിനാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡായിരുന്നു. സ്മിഷാണെങ്കിൽ വണ്ടർലാറായിട്ടിൽ ഇരിക്കണ പോലെ പേടിച്ച് പിടിച്ചാണ് ഇരിക്കുന്നത്. 11:30 എത്തേണ്ട ട്രെയിൻ നമ്മളൊരു ഭാഗം കൊണ്ട് 12:45 എത്തിയത്. പിന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നീണ്ടു പോകാണ്ട് കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങോട്ട് കിടന്നു. രാവിലെ 7 മണിക്ക് ഓഫീസിൽ കൊണ്ടതാണ്. ലീവും ഇല്ല, ഒരു തേങ്ങയില്ല. എന്തല്ലേ, പണിയോട് പണി തന്നെ. അപ്പോൾ ഓക്കെ, ശുഭരാത്രി.